ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 24 വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർട്ട് ടാബിലെ ഹെഡ്, ഫൂട്ട്, പേജ് നമ്പർ ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ച് പഠിക്കാം. ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷേപ്സ് എടുത്താൽ ഇവിടെയും കിട്ടും. രണ്ടും സെയിം തന്നെയാണ്. ആദ്യം ടെക്സ്റ്റ് ബോക്സിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാം. നമ്മൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന വിധത്തിൽ കൊടുക്കാനായി ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഈസിയായി ഡോക്യുമെൻറ്റിൻ്റെ ഏത് ഭാഗത്തേക്കും മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈവൻ മാർജിനിൽ പോലും നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം പല സ്റ്റൈലിലുള്ള ടെംപ്ലേറ്റ്സ് ആണ്. അതായത് MS വേർഡ് തന്നെ നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ടെക്സ്റ്റ് ബോക്സ് ടെംപ്ലേറ്റ് നമുക്കിവിടെ ലഭിച്ചു. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ കളറോ ഈ ഷേപ്പോ ഒന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല. ഇതുപോലെ തന്നെ നമുക്കും ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിടാം. അതിനാണ് താഴത്തെ ഈ ഓപ്ഷൻ ഉള്ളത്. അത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ ഇവിടെ മോർ ടെക്സ്റ്റ് ബോക്സസ് ഫ്രം office.com അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഈ ടെംപ്ലേറ്റ്സ് കൂടാതെ വേറെയും ഇവിടെ നിന്നും ടെംപ്ലേറ്റ്സ് ലഭിക്കും. അതും ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അടുത്തത് ഡ്രോ ടെക്സ്റ്റ് ബോക്സ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൗസ് പോയിന്റർ ഒരു പ്ലസ് ഫോമിലായി. അതായത് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാം. ജസ്റ്റ് മൗസ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് കിട്ടും. ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ തന്നെ കഴ്സർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ബോർഡറിൽ ചെറിയ ചെറിയ സർക്കിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബോക്സ് മൂവ് ചെയ്യാനായി മൗസ് പോയിന്റർ ഈ ബോർഡറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങ് മാർജിൻ വരെ വേണമെങ്കിലും ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുപോകാം. ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്കും ഏറ്റവും താഴേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബോക്സ് ഇതുപോലെ സെലക്റ്റഡ് ആയി കിടക്കുമ്പോൾ മുകളിൽ ഷേപ്പ് ഫോമാറ്റ് എന്നൊരു പുതിയ ടാബ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ടെക്സ്റ്റ് ബോക്സ് ഫോമാറ്റ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ള റിബൺ ഓപ്പൺ ആകും. അപ്പോൾ ഈ റിബണിലെ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആ റിബണും ടാബും ക്ലോസ് ആകും. ഇപ്പോൾ ആ റിബൺ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. പിന്നീട് ഷേപ്പ് ഫോമാറ്റ് എന്ന ടാബ് സെലക്ട് ചെയ്തു. ഇങ്ങനെയല്ലാതെ ഡയറക്റ്റ് ആ റിബൺ ലഭിക്കാനായി ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ബോർഡറിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ 4 സൈഡഡ് ആരോ കാണാം. അങ്ങനെ കണ്ട ശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ റിബൺ ഡയറക്റ്റായി ഓപ്പൺ ആയി. ടാബിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സ് കണ്ടൻസോടുകൂടി സെലക്ട് ചെയ്യാനായി ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ബോക്സിലെ ടൂൾസ് ഉപയോഗിച്ചും നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൽ ഉള്ള ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യാനായി മൗസ് പോയിന്റർ ബോർഡറിലേക്ക് കൊണ്ടുവരിക. 4 സൈഡഡ് ആരോ കണ്ട ശേഷം ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാനും ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഓൾട്ട്, പിന്നീട് I, പിന്നീട് X. ഓൾട്ട് എന്ന് എഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞ് I എന്ന് എഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിനുശേഷം X എന്ന് എഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇപ്പോൾ മൗസ് പോയിന്റർ പ്ലസ് സിമ്പിൾ പോലെയായി. നമുക്കിങ്ങനെ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുകയും ചെയ്യാം. ഇനി അടുത്തതായി നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്യാം. ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാം. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ആ റിബൺ ഡയറക്റ്റായി ഓപ്പൺ ആകും. ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റെവിടെയെങ്കിലും പുറത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്
കോപ്പി പേസ്റ്റ് ചെയ്യാം, കട്ട് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം, കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതും ടെക്സ്റ്റ് ബോക്സിൽ സാധിക്കും. നമുക്ക് ഈ ബോക്സിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അതിനായി ഈ ഐക്കണിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഷേപ്പിൻ്റെ ഐക്കണാണിത്. അത് കഴിഞ്ഞ് ചേഞ്ച് ഷേപ്പ് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ കളറാണ് വന്നിരിക്കുന്നത്. അതല്ല, നമുക്ക് ഇഷ്ടമുള്ള കളറും ഫില്ല് ചെയ്യാം. അതിനായി ഷേപ്പ് ഫില്ല് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഔട്ട്ലൈൻ എടുത്തിട്ട് ഇവിടെ ഔട്ട്ലൈൻ കളർ കൊടുക്കാം. അതുപോലെ ഔട്ട്ലൈനിൻ്റെ ആ വെയിറ്റ് നമുക്ക് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഔട്ട്ലൈനിന് ഈ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. പക്ഷേ ഔട്ട്ലൈൻ ഒരു നേർത്ത ലൈനാണ്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും ഈ ഷേപ്പിന് നമുക്ക് ഇഫക്ട്സ് കൊടുക്കാം. ഷാഡോയുടെ ഇഫക്ട്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. വേറെയും ഇഫക്ട്സ് ഇവിടെയുണ്ട്. ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, ബെവൽ, 3D റൊട്ടേഷൻ. അപ്പോൾ നമ്മുടെ ആ ഡിസൈൻ്റെ സ്കില്ലനുസരിച്ച് നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിൽ ടെക്സ്റ്റ് ബോക്സ് ഡിസൈൻ ചെയ്യാം. വീണ്ടും ഇതിനകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിബൺ ഓപ്പൺ ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. നമുക്കതിൻ്റെ ടെക്സ്റ്റ് പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻമെൻ്റ് ഉണ്ട്. പിന്നീട് റാപ്പ് ടെക്സ്റ്റ്, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതേപോലെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എടുക്കാം. അതിനകത്ത് നമ്മൾ ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്താൽ റാപ്പ് ടെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ് വന്നപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റൊക്കെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്കിലോട്ട് പോയി. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ആ കണ്ടൻറ്റും കൂടി നമുക്ക് കാണണം. അപ്പോൾ ആ രീതിയിൽ കൊടുക്കാനായി ഒന്നുകിൽ ഇവിടെ നിന്നും ടെക്സ്റ്റ് റാപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് ലഭിക്കും. അത് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പല രീതിയിൽ ടെക്സ്റ്റ് റാപ്പിംഗ് വരും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതേ ഓപ്ഷനാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ മുമ്പ് ഇൻസേർട്ട് ടാബിലെ ഈ ഷേപ്സിൻ്റെയൊക്കെ ഇലസ്ട്രേഷൻസിൻ്റെ ഈ ഗ്രൂപ്പ് പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കൊടുക്കാം. പിന്നീട് ഈ സൈഡിലുള്ള ഈ സർക്കിൾസിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുപോയാൽ ഒരു ഡബിൾ സൈഡ് ആരോ പോലെ ആകും. അങ്ങനെ കണ്ട ശേഷം മൗസ് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ അത് ലെഫ്റ്റിലോട്ട് വന്നു. ഇവിടെ വന്നിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ അത് മുകളിലേക്ക് വന്നു. അതുപോലെ ഈ കോർണറിലോട്ട് മൗസ് പോയിന്റർ കൊണ്ടുപോയിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പോർഷണലായിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടിങ്ങനെ നിർത്താം. ഈ ടെക്സ്റ്റ് നമുക്ക് സെൻറ്ററിലോട്ടാക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഹോം ടാബിൽ പോയി ഈ സെൻറ്റർ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ ആ വേർഡ് സെൻറ്ററിലോട്ടാകും. ഇതിന് നമുക്ക് ഷേപ്പ് ഫില്ല് കൊടുക്കാം. ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാം. ഇഫക്ട്സ് കൊടുക്കാം. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മാർജിനിൽ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാം. സെൻറ്ററിലോട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫോണ്ട് സ്റ്റൈല് ഹോമിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വേറെ ഏതെങ്കിലും സ്റ്റൈല്. അപ്പോൾ ഇങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയി നമുക്ക് ഇതിനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം. അങ്ങനെ സെറ്റ് ചെയ്യാനായി ഈ ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക.
പിന്നീട് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സേവ് സെലക്ഷൻ ടു ടെക്സ്റ്റ് ബോക്സ് ഗാലറി എന്നുള്ളത് ആക്ടിവേറ്റഡ് ആയി. ഇപ്പോൾ ഇവിടെ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ സേവ് സെലക്ഷൻ ടു ടെക്സ്റ്റ് ബോക്സ് ഗാലറി എന്നുള്ളത് ഇനാക്റ്റീവായി കിടക്കുകയായിരിക്കും. സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇനാക്റ്റീവായിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കാനായി ഇവിടെ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. പിന്നീട് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ടെംപ്ലേറ്റിന് നമുക്ക് പേര് കൊടുക്കാം. ഞാനിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഷോർട്ട് ഫോമായിട്ട് MSW എന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജനറൽ തന്നെ കൊടുക്കുകയാണ്. പിന്നീട് ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ താഴെ ഈ ടെംപ്ലേറ്റ് വന്നിരിക്കുന്നത് കാണാം. ഇനി പുതിയതായിട്ടൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഈ സെയിം ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്ത പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.